SFIയുടെ കണ്ടെത്തലുകൾ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർണായകമായ നീക്കങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ചും SFIO കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിവിധ രേഖകൾ 135ഓളം രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയോട് ഇതെല്ലാം ആവശ്യപ്പെട്ടിരുന്നതാണ്. എറണാകുളം കോടതിയോടാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ആ രേഖകളുടെ ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഹർഷൻ. അത് ഇങ്ങനെയാണ്. ആ രേഖകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും CMRL-ഉം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന രേഖകളായിരുന്നു. അത് SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചത്. എറണാകുളം PMLA കോടതിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് സമീപിച്ചിരുന്നതും. 134 രേഖകൾ വേണമെന്നുള്ള ഹർജി അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. ഇതിൽ തന്നെ പറയുന്നത് വീണയും CMRL-ഉം തമ്മിലുണ്ടാക്കിയ 2016 കരാറ്, കൂടാതെ എക്സാലോജിക്കും CMRL-ഉം തമ്മിലുണ്ടായ 2017 കരാറ്, എക്സാലോജിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിൻ്റെ വിശദാംശങ്ങൾ, അങ്ങനെ ഈ രേഖകളെല്ലാം തന്നെ തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളതായിരുന്നു എറണാകുളം PMLA കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും CMRL എക്സാലോജിക് ഇടപാടിൽ തുടർ നടപടികൾക്ക് പ്രത്യേക അന്വേഷണവും സംഘവും ഇവർ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. നമ്മൾക്കറിയാം, രാഹുൽ നവീൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിലെത്തിയതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. അദ്ദേഹം നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരുമായി ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതി അഭിഭാഷകരെ അടക്കം വിളിച്ചു വരുത്തിയിരുന്നു. അവരോട് ഈ കേസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹം ഞായറാഴ്ച മടങ്ങിപ്പോവുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രാഹുൽ നവീൻ മടങ്ങിപ്പോയതിനു ശേഷം തൊട്ടു പിന്നാലെ വീണയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി യൂണിറ്റിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് ഒരു കത്ത് പോകുകയാണ് ഇത് സംബന്ധിച്ച് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ അനുമതിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ തായ്ക്കണ്ടിയോട് ഈ വരുന്ന വെള്ളിയാഴ്ച നേരിട്ട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ CMRL ഉദ്യോഗസ്ഥനായിട്ടുള്ള പല വ്യക്തികളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കൂടാതെ CMRL ഉടമകളിൽ ഒരാളായിട്ടുള്ള ശരണസ് കർത്തയെ, അതായത് ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയോടും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 9 ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരുന്നതാണ്. ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിക്കൂടായികയില്ല. അത് വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ദുർഘടമാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ചും നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹൈ പ്രൊഫൈൽ കേസാണ്. ആ ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് തന്നെ സാധാരണ സാവകാശം എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. അതിവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പരിശോധിക്കുന്നു. ഏറ്റവും ഒടുവിൽ വീണ ടിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഹർഷൻ. റൈറ്റ്. എന്തായാലും ഇത് ഈ വീണ ടിയെ തൽക്കാലം വിളിച്ചു വരുത്തുന്നു. മറ്റ് 8 CMRL ഉദ്യോഗസ്ഥർ, ശശിധരൻ കർത്തയെ അടക്കമുള്ള 8 പേരെ കൂടി വിളിച്ചു വരുത്താൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വ്യാപ്തി, CMRL കേസിൻ്റെ വ്യാപ്തി ഈ എക്സാലോജിക്കിൽ ഒതുങ്ങുന്നതല്ലല്ലോ. ഇപ്പോൾ ഈ പ്രയോഗങ്ങളിൽ CMRL എക്സാലോജിക്ക് എന്ന് വരുന്നത് കൊണ്ടും മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടുമൊക്കെ അതിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ED-യുടെ അന്വേഷണ പരിധിയിൽ അതിനപ്പുറത്തുള്ള വിശാലമായ കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റു ബ്രൈബ് റഫറൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളതെല്ലാം ഒരുപക്ഷെ അന്വേഷണത്തിലേക്ക് പോയേക്കാം. ആ നിലയ്ക്ക് അന്വേഷണത്തിൻ്റെ പുരോഗതി അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായി വരും. വീണ ടിക്ക് പണം നൽകിയതുപോലെ തന്നെ മാസപ്പടി പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ UDF മന്ത്രിസഭയിലുള്ള രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുടെ പേരുകളെല്ലാം അന്ന് ആ ബുക്കിൽ ആ ഡയറിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പേരുകൾ കൂടി പരിശോധിക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ OC അടക്കമുള്ള ആളുകൾ നമ്മൾക്കറിയാം. അപ്പോൾ ആ പേരുകളൊക്കെ പരാമർശിക്കേണ്ടതായി വരും. ആ പേരുകളൊക്കെ പരിശോധിക്കേണ്ടതായി വരും. അവർ വാങ്ങിയ പണത്തിൻ്റെ കണക്കുകൾ ചോദ്യം ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഈ നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരാളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. ഇതൊരു വലിയ വ്യാപ്തിയുള്ള കേസായി മാറുകയും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഭരണ തലങ്ങളിലേക്ക് വരെ ഇത് എത്തിപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും വീണ ടിയിൽ നിന്നും ആരംഭിക്കുന്നത് എവിടെയാണ് പോയി അവസാനിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഹർഷൻ.
റൈറ്റ്. ഈ എൻട്രികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളെല്ലാം 2019 ഇൻകം ടാക്സ് റെയ്ഡിൽ തന്നെ കണ്ടെത്തിയതാണ്. ആ ഇൻകം ടാക്സ് റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഓരോ പുരോഗതിയും. അതിനടുത്ത് SFIക്ക് നൽകിയ മൊഴിയുണ്ട്, ആ മൊഴിയിലെ വിശദാംശങ്ങളുണ്ട്, അത് നൽകുന്ന സൂചനകളുണ്ട്. ആ സൂചനകളിലൂടെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയെങ്കിൽ ഈ പിടിച്ചെടുത്ത രേഖകൾ ധാരാളം, ആ കാലം മുതലുള്ള രേഖകളെല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തൊട്ടു മുമ്പ് നടന്ന റെയ്ഡിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഈ അന്വേഷണത്തോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് ആ റെയ്ഡ് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ ഈ തുടർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുക? ഒരുപക്ഷെ ഈ വീണ തൈക്കണ്ടിയിനെതിരെ ഇപ്പോൾ ഏറ്റവും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോകുന്നതിന് അടിസ്ഥാന കാരണം ഈ കണ്ടെത്തിയ തെളിവുകളിൽ ഏതെല്ലാം ആയിരിക്കും, ഏതെല്ലാം മൊഴികളായിരിക്കും? ഹർഷൻ, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വീണ തൈക്കണ്ടിയുടെ പല ബാങ്ക് അക്കൗണ്ടുകളും ഇവർ പരിശോധിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതിലൊരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് HDFC ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു. 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ആ ബാങ്ക് അക്കൗണ്ട് അവർ റദ്ദ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വീണയുടെ വിദേശ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ടി അടക്കമുള്ള ആളുകൾക്ക് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് 2,17,00,000 രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയായിരുന്നു നേരത്തെ ലഭിച്ചിരുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എക്സാലോജിക് കമ്പനി CMRLന് ഈ പണം കൈപ്പറ്റിയത് മുഖേന എന്താണ് ചെയ്തു കൊടുത്തത് എന്നുള്ളത് അവർക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും നൈപുണ്യ പോലെയുള്ള ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു അവരന്ന് ആ പണം കൈമാറിയിരുന്നത്. ശശിധരൻ കർത്തയുടെയും ഒപ്പം തന്നെ ശരണസ് കർത്തയുടെയും എല്ലാം കീഴിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സഹസ്ഥാപനമായിട്ടുള്ള ഒരു സ്ഥാപനം വഴിയായിരുന്നു ഈ പണമെല്ലാം കൈമാറിയിരുന്നത്. അപ്പോൾ ആ പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവർക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ഈ പണം എന്തിനാണ് വീണ ടിക്ക് കൈമാറിയത്? വീണ ടിയുടെ കമ്പനി എന്താണ് ഇവർക്ക് ചെയ്തു കൊടുത്തത്? പകരം നേരത്തെ എല്ലാം പറഞ്ഞിരുന്നു സേവനങ്ങൾക്ക് വേണ്ടി പണം കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. നെറ്റ്വർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ എന്ത് ഇടപാടുകളാണ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ളത്? ഈ ഇത്രയധികം സാമ്പത്തിക ഇടപാടുകൾ നടന്നപ്പോൾ അത് എങ്ങനെയാണ് ഈ പണം കൈപ്പറ്റാനുള്ള കാരണമായത്? അതൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. ഈ പരിശോധനകൾക്കൊടുവിലാണ് ഇപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നതും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കുറെ 183 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി CMRLന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളത്. ഇതൊക്കെ കൃത്രിമമായ പണമിടപാടുകളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFOയും ഇൻകം ടാക്സും എല്ലാം വിലയിരുത്തിയിരുന്നു, കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൃത്രിമമായ പണമിടപാടുകൾ നടന്നപ്പോൾ ഇതിൽ ആർക്കൊക്കെ അതിൽ പങ്കുണ്ട്? CMRL ഉദ്യോഗസ്ഥരുടെ പങ്കെന്താണ്? സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിശദീകരിക്കേണ്ടതായി വരും. ഒപ്പം തന്നെ വീണ ടിയുടെ കമ്പനിക്ക് എക്സാലോജിക് കമ്പനിക്ക് എത്ര രൂപയാണ് കൈമാറിയിട്ടുള്ളത്? പകരം അവർ നൽകിയിട്ടുള്ള സേവനങ്ങൾ എന്താണ്? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറേണ്ടതായി വരും. ഇപ്പോൾ പിടിച്ചെടുത്തുന്ന രേഖകൾ ഇനി ഭാവിയിലേക്ക് വീണ ടിക്ക് അത് ബുദ്ധിമുട്ടായി മാറുമോ? ആ രേഖകൾ സംബന്ധിച്ച് എന്തൊക്കെ വിശദാംശങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ രേഖകൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇത്രയും പെട്ടെന്നുള്ള ഈ ചോദ്യം ചെയ്യൽ, പ്രത്യേകിച്ചും നമ്മൾക്കറിയാം വീണ ടിയുടെ അടക്കം 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. അതിനിടയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ പുതിയ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ ആരാണോ കുറ്റാരോപിതർ അവരെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ചും രാവിലെ 10:30 ഇവരുടെ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും ചോദ്യം ചെയ്യലെല്ലാം ആരംഭിക്കുക. അപ്പോൾ 10:30 കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തണമെങ്കിൽ നടന്നിട്ടുള്ള കൃത്രിമത്വം എന്താണ്? ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ എന്താണ്? അതിലെന്തൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ളത്? ഇനി SFOയുമായി ബന്ധപ്പെട്ട 183 രേഖകൾ 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം PMLA കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ കൂടി കിട്ടുന്നതോടുകൂടി ഇത് സംബന്ധിച്ച് ഏറെക്കുറെ ഒരു രൂപരേഖയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എത്താൻ കഴിയും. അങ്ങനെ എത്തുന്ന സമയത്ത് അത് വീണ ടിയെയാണോ അല്ലെങ്കിൽ മറ്റു ആളുകളെയാണോ കൂടുതൽ ബാധിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾക്കറിയാം എക്സാലോജിക് കമ്പനിയാണെങ്കിൽ ഇത് അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൂടുതൽ ആളുകളിൽ ഈ കേസിൽ ഇൻവോൾവ്ഡ് ആകും അല്ലെങ്കിൽ അവർ ഉൾപ്പെടേണ്ടതായി വരും എന്നുള്ളത് മറച്ചുവെക്കാൻ
പാടില്ലാത്ത അല്ലെങ്കിൽ മറച്ചു വെക്കപ്പെടാത്ത ഒരു സത്യം കൂടിയാണ്. നികുതി രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബാങ്ക് രേഖകൾ ഹാജരാക്കണം. ഇതെല്ലാം ഹാജരാക്കുമ്പോൾ സ്വത്ത് വിവരങ്ങൾ വ്യക്തമാക്കണം. മാത്രമല്ല, എന്തെല്ലാം കയ്യിലുണ്ടോ അതെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ അവർ വെളിപ്പെടുത്തേണ്ടതായി വരും. എത്രയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം വെളിപ്പെടുത്തേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും കേരളത്തിൽ കാണേണ്ടത്, എന്തായാലും ഈ കാര്യത്തിൽ ഈ സ്വത്ത് വിവരങ്ങൾ എന്നതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തിയാൽ മതിയല്ലോ. അല്ലാതെ ബാക്കി വിവരങ്ങൾ പൊതുസമക്ഷം ഉള്ള വിവരങ്ങളാണ്. ഇപ്പോൾ വീണയുടേതായാലും പിണറായി വിജയൻ്റെ സ്വത്ത് വിവരങ്ങളായാലും ഒക്കെ ഇപ്പോൾ വീണ വിജയൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിച്ചില്ലെങ്കിലും മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്താണ് സ്വത്ത് വിവരം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം ലഭ്യമായിട്ടുണ്ട്. പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വിവരം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ കേസിൽ എന്ത് സേവനമാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട SFIOയ്ക്ക് നൽകിയ മൊഴി, ആ മൊഴിക്കപ്പുറം അവർക്ക് കൊടുത്തിരിക്കുന്ന തെളിവുകൾ, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഇതൊന്നും ആ രേഖകളിലെ അവ്യക്തത ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതിൽ ഊന്നൽ കൊടുക്കാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ആ നിലയ്ക്ക് എന്തെല്ലാമാണ് SFIOയ്ക്ക് നൽകിയ മൊഴിയിൽ തന്നെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ അവ്യക്തമായ തലങ്ങളുണ്ട്, നൽകിയ സേവനങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മയുണ്ട്, അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്, മെയിലുകളില്ലാത്ത അവസ്ഥയുണ്ട്, പരസ്പരമുള്ള ആശയവിനിമയത്തെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കില്ലേ ഒരു പഴുതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഒരു പഴുതടച്ച അന്വേഷണം തന്നെയായിരിക്കും ഇവർ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടാകുക. പ്രത്യേകിച്ച് ഹർഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ ടിയുടെ ഭർത്താവ് കേരളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അച്ഛൻ കേരളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സ്വത്ത് വിവരങ്ങളിൽ ഒരു പക്ഷേ വീണ ടിയുടെ സാമ്പത്തിക ഇടപാടുകളും വന്നിട്ടുണ്ടാകും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം അങ്ങനെയല്ല. അവർ 10:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഇവർക്കൊരു ഫോം നൽകും. ആ ഫോമിൽ വീണ ടിയുടെ വിശദ വിവരങ്ങൾ, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇവർക്ക് എന്തെല്ലാം രേഖകളുണ്ടോ അതെല്ലാത്തിൻ്റെ വിശദമായ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. മറ്റൊന്ന്, ഇവർക്ക് എത്ര വാഹനങ്ങളുണ്ടോ ആ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. ഇവരുടെ പങ്കാളിക്ക് എന്തെല്ലാം വാഹനങ്ങളുണ്ടോ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. അപ്പോൾ ഇവർക്ക് എത്ര അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. ഇവരുടെ പങ്കാളിയുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. ഇവരുടെയും പങ്കാളിയുടെയും പേരിലുള്ള സ്വത്ത് എന്തൊക്കെയാണ്, ഭൂമി സ്വത്തുണ്ടോ, അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പണമുണ്ടോ, കൈവശം എത്ര പണം പിടിച്ചിട്ടുണ്ട്, ഇതെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായി വരും. ഇവർ എപ്പോഴാണ് അക്കൗണ്ടുകൾ ആരംഭിച്ചത് ആ കാലം മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കൈമാറേണ്ടതായി വരും. അങ്ങനെ വിശദമായ വിവരങ്ങൾ എഴുതി തയ്യാറാക്കി നൽകിയ ശേഷം ആ ഫോമുകൾ വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അവിടെ നിന്നും ഒരു പരിശോധന ആ ഉദ്യോഗസ്ഥൻ നടത്തും. ഇത് അവർക്ക് കയ്യെത്ത ദൂരത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വിരൽ തുമ്പത്ത് തന്നെയാണ് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അപ്പോൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ സത്യമാണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കും. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. പിന്നീടായിരിക്കും നൽകിയിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച് ഇത് മുഴുവൻ എഴുതി തയ്യാറാക്കി നൽകാൻ അവർ ആവശ്യപ്പെടും. ഇത് മുഴുവൻ എഴുതി തയ്യാറാക്കി നൽകേണ്ടതായി വരും. പിന്നീടായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോഴും പറഞ്ഞ വിവരങ്ങളിൽ നിന്നും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവർ പരിശോധിക്കും. ആ ചോദ്യം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കും. ഏറ്റവും ഒടുവിലായിരിക്കും ഇതെല്ലാം സ്വന്തം കൈപ്പടയിൽ വീണ ടിയെ കൊണ്ട് എഴുതി അത് കൈവശപ്പെടുത്തുക. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലേക്ക് ഇവർ എത്തുമ്പോൾ അത് ഈ വീണ ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ അതീവ ദുർഘടമാണ്. അതിൽ നിന്നും ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ SFIOയോടോ മറ്റേ ഇൻകം ടാക്സിനോടോ പറഞ്ഞൊഴിഞ്ഞതുപോലെ ഒഴിഞ്ഞു പോരാൻ കഴിയുമെന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല.